രണ്ടെണ്ണം ഇതിട്ടുണ്ട്. എല്ലാം എടുത്തോ, ഫോൺ എടുത്തോ, എന്താ പറയാ, പിന്നെ എന്തുവാ ടൂൾസൊക്കെ ഇന്നലെ എടുത്ത് കൊടുത്തായിരുന്നോ കൂട്ടുകാരൻ്റെ? ശരിക്കും കുട്ടിക്കാനം തന്നെ പോവല്ലേ? ഡ്രസ്സൊക്കെ പോകുന്ന സാധാരണ കുട്ടിക്കാനം ഇതിട്ടില്ലേ? സിമ്പാടെ കിടപ്പ് കണ്ടോ, തല ഇങ്ങനെ വെച്ചിട്ട്. ആ അത്ര മതി, നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ ആൾക്കാരെ. എന്നാ നോക്കുന്നേ? എന്താടോ ചിരിച്ചു കാണിച്ച് ചിരിച്ചേ. ശരിയാ, കാശൊന്ന് കഷ്ടപ്പെട്ട് ടാറ്റു അടിക്കുമ്പോൾ ആരും കാണണ്ടേ അല്ലേ? കാശ് കൊടുത്തില്ലേ? പാചകം കണ്ട ഇപ്പൊ പിള്ളേരുടെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇറങ്ങിയിട്ടില്ല. ആചാരം കൂട്ടി ചാടി പോയി നിൽക്കുന്ന വെള്ളമൊന്നും വന്നില്ല, വെള്ളമൊന്നും ആയില്ല. നിങ്ങൾ ശബ്ദം മറന്നു പോയോ? ഞാൻ അവനെ വെറുതെ വിളിച്ചാ, ചുമ്മാ പറ്റിക്കാണ്ടേ വണ്ടി കൊണ്ടൊക്കെ ഉത്തമനെ വിനോദിന് എന്നിട്ടാണ് വിളിക്കുന്നത്. .8 പവർ ഫാക്ടർ 1000 BAയുടെ ഒരു മെഷീൻ വരുന്നെങ്കിൽ 800 വാട്ട് ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ബാറ്ററി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ടവർ ബാറ്ററി ആയിരിക്കും.
46 മാസം പറഞ്ഞിട്ട് നമുക്കൊരു സാധനം തരുന്നത്. ഇന്ന് ജയചാച്ചനും ശ്യാമളമ്മയും വരും. വരുന്ന ദിവസമാണ്. കൊതുകാട്ടോ ഭയങ്കര. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിലും കൊതുകാണ്. എനിക്ക് കളയൊക്കെ പിടിച്ച് എന്തോ ഇത്. ക്യാമറ എന്തിനാന്ന് ചോദിച്ചാൽ ശാമ്പവിയുടെ വീഡിയോ എടുക്കാൻ. ശ്യാമമ്മയൊക്കെ കുറെ കഴിഞ്ഞ് വരും. ശ്യാമളമ്മ വരുമ്പോ ഞാൻ വീഡിയോ എടുക്കും. ഇപ്പൊ കാണുന്ന നാരായണ ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇങ്ങനെ നോക്കിയേ. എന്നാന്ന് പറ. മറ്റേ കൈ കാണിച്ചേ, വലത് കൈ ഇങ്ങനെ കാണിച്ചേ, വലത് കൈ കാണിച്ചേ. അവിടെ ഇട്ടേക്കുന്ന സാധനം എന്തുവാ? വായിക്കാത്തന്ന് ചോദിച്ചു. വാ തുറന്ന് കാണിച്ചേ. എന്തോ ഞങ്ങളറിയാതെ കഴിക്കുവാണേ. എന്നെ ഷാമ്പൂവേം തപ്പിച്ച് കഴിക്കുകയാണേ. നീ നോക്കിക്കേ. തിന്ന് വിഴുങ്ങുവാണേ. എന്നാലും എടി നീ ആ കൊച്ചിനെ പറ്റിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങോട്ട് കണ്ടോ? എനിക്കറിയാം എന്തോ ഉണ്ട്. വരൂടാ. എവിടാ വരുന്നേ? ഇപ്പൊ കാത്തുമൊക്കെ ഇരുന്ന് കാണുന്നേ. കാത്തുമല്ലല്ലോ ഇതെന്നാടി. എന്നാ ശരി ആയിക്കോട്ടെ. നീ തിന്നോ, കഴിച്ചോ, വിഴിക്കോ. അത് വൈകിട്ട് അലിഞ്ഞ് കാണും. വല്ല ചോക്ലേറ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കടയിൽ നിന്ന് മുട്ടായി എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും മേടിക്കും. എന്നിട്ട് വെക്കും. എന്നിട്ടിരുന്ന് പുള്ളിക്കാരിന്ന് തന്നെ ഇരുന്ന് കഴിക്കും. ചോക്ലേറ്റ് ശാമ്പവിക്ക് അധികം കൊടുക്കല്ലെന്ന്. അധികം നല്ല ചോക്ലേറ്റേ കഴിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ കൊടുക്കും. ഇപ്പം ദൈവമേ, ഇവിടുത്തെ കോഴിയൊക്കെ കണ്ടോ നിങ്ങൾ? നോക്ക്, കോഴികൾ, മരം കയറി കോഴികൾ. നോക്ക് ഇവിടെ നിൽക്കുന്നു. എനിക്ക് ഇവിടൊക്കെ ഉണ്ടായിരുന്നു. വേറൊന്നും അവിടെ നോക്കുന്നു. എന്നൊക്കെ എന്താ ചെയ്തല്ലോ. മതിയാണ്. പോയി. നിങ്ങൾക്ക് ഈ നിലത്തൊന്നും കൊത്തിപ്പറിക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ അതിൻ്റെ മണ്ടയിൽ കയറുന്നത്? എന്തെല്ലാം സംഭവങ്ങളുണ്ട് നോക്കുക. ആ ചക്കയൊക്കെ വീണ് അവിടെ കിടപ്പുണ്ട്. എന്തെല്ലാം സാധനമുണ്ട് കൊത്തി തിന്നാനകത്ത്. ഓല വീണ് കിടക്കുന്നു. ഇതിപ്പോൾ സ്ഥിരമാട്ടോ ഓല വീഴുന്നേ. അത് ഓലയാണേലും എന്നെല്ലാം വല തങ്ങി കിടന്നോളും. നമ്മൾ വരുന്ന സമയത്തല്ല എന്തായാലും. സിംബായേ സിംബന സിംബ ഒന്നുമില്ല. ഇന്ന് വന്ന സംഭവമാണ്. വന്നിറക്കി വെച്ചത് ഉച്ച കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഇതെന്നാ സാധനമാണിത്? ഇതിനകത്തുണ്ടോ മറ്റേ ഐസ്ക്രീമൊക്കെ വെക്കുന്നു. എന്നാ പഴുത്ത് കേട്ടോ. ശ്യാമളമ്മ വന്നിട്ട് വേണത്. താഴത്തെ വീട്ടിൽ നിന്ന് അണ്ണനിട്ടപ്പം വേണോന്ന് ചോദിച്ചു തന്നതാണ്. സിംബ നിന്നെ പോലെ ഒന്നും കുളിക്കാറൊന്നുമില്ല. അങ്ങോട്ടാ സിംബ നാറുന്നേ. ശ്യാമളമ്മയൊക്കെ വന്നോളൂ. മഴക്കാറുണ്ടല്ലോ.
ഇങ്ങോട്ടല്ല അവര് ഓട്ടോ വരുന്നേ. അതുകൊണ്ട് വല അടച്ചിടണോന്നോ തുറന്നിടണോന്നോ? തുറന്നത് എല്ലാം ഓപ്പോസിറ്റേ പറയുള്ളൂ അല്ലേ? മതിയോ? അടാവോ ലൈറ്റ് ഇടാൻ പറയുന്നതിന് ലൈറ്റ് കെടുത്താൻ പറയും. ലൈറ്റ് കെടുത്താൻ പറയുന്നത് ലൈറ്റ് ഇടാൻ പറയും. ലൈറ്റ് വേണ്ട. ചെരുപ്പിടുവാണെങ്കിൽ തലതിരിച്ചിടും. ലൈറ്റ് വേണ്ട. ഇത് മതി. അങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് വാ. ഇവിടെ വാ. ശ്യാമമ്മ വന്നേ. ശ്യാമ പിടിച്ചേ. ശ്യാമ വന്നേ. ശ്യാമ വെച്ചിട്ട് ശ്യാമ പിടിച്ച. ആറ കണ്ണു പോകാൻ അതിപ്പോ കുറച്ചുമ്പോ വീണാ. അത് ചേട്ടൻ എടുത്തിട്ടോ. എന്തുവാ? അതല്ല, അത് അപ്പ ഇട്ടിട്ട് വെച്ചേക്കുന്നു. അത് അമ്മ വേണ്ട, ചേട്ടൻ എടുത്തോളൂന്ന്. ഇല്ലെന്ന് ചേട്ടാ കണ്ടിട്ടോ. അമ്മ ചേട്ടാ എടുത്തോളും. അല്ല, എടുത്തോളും ചേട്ടാ. വേണ്ടെന്നേ, അതിനെ മണ്ട എന്നെ പാടാന്ന് പറഞ്ഞാ കേക്കത്തില്ല. അമ്മേ ഇങ്ങ വാ. അതിനെ പാടാന്നറിയാം അത് എടുക്കാനായിട്ട്. അയ്യപ്പാ, ഇല്ല അത് പഴുക്കണ്ടേ കാണിക്കണെങ്കില്. പഴിപ്പിച്ച സാധനമല്ലേ അത്? പഴിപ്പിച്ച സാധനമല്ലേ? പഴിപ്പിക്കാൻ വേണ്ടി വെച്ച സാധനമാ. ഉടുമ്പുണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. നാടിരിക്കുന്നു. സിനിമ കണ്ടിരിക്കാന്ന് പാതിരാത്രി. എന്നതായി നോക്കുന്നേ? മോനെ കെറുപ്പൊക്കെ പഴങ്ങന് അച്ചാറില്ല. പഴങ്ങന് മീനെന്താ ചവറപ്പ. അതുകൊണ്ട് പരിപ്പ് അത് പാലൊക്കെ നാരായണ കൊടുത്താൽ മതി. അതൊക്കെ നാരായണ വകുപ്പാ. അയ്യോ എല്ലാം അത് കഴിഞ്ഞ പിന്നെ ചേട്ടാ ചച്ചാച്ചൻ മാറുന്നുള്ളല്ലേ. ഇവിടെ ഫുള്ള് മാറി. ഇരിക്കാൻ പോവാ. സീറ്റ് പിടിച്ചു. തോണ്ടിട്ട് തോണ്ടിയപ്പോഴാ ഞാൻ ഫ്രണ്ട് നിൽക്കുവാടി. അപ്പൊ ആൾക്കാരുണ്ട്, ഞാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അവിടെ ആളെ ഇറങ്ങിയപ്പോ ഞാൻ ഇരിക്കാൻ ഇറങ്ങിയപ്പോ സംഭവം എന്നാ കാനപ്പള്ളി ബസ് കയറുന്ന പ്രശ്നം. കാഞ്ഞിപ്പള്ളി ബസ് കയറിയിട്ടൊക്കെ അതിലേ വന്ന നല്ല റോഡല്ലേ, പെട്ടെന്ന് എല്ലാം ഒരുപോലല്ലേ. എന്നെ പയ്യാൻ ഇറക്കേണ്ട കാര്യമുണ്ടോ? നല്ല റോഡാ. കേറി പോയെങ്കിൽ പിന്നെ അതിലേ വന്ന പോലെ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏത് ബസ്സിനാ കയറി? ഞങ്ങൾ നിങ്ങളായിട്ട് ഒരുമിച്ചല്ലേ കയറിയേ? അപ്പൊ ഏത് ബസ്സിനാ കയറിയേ? എന്നോട് ഇങ്ങനെ ഞാൻ അവിടെ സീറ്റ് കൊണ്ട് ഇരിക്കാനായിരിക്കും വിളിക്കുന്നത്. ഞാൻ ആദ്യം ഓർത്തെ. അപ്പൊ ഫ്രണ്ടിലൊരു സീറ്റ്, ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ, ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ട്. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്കറിയാവോ അവിടെ കയറി ഇവിടെ ഇറക്കാൻ പറയുമെന്ന്. ചേട്ടൻ അത്രയ്ക്ക് ഞാൻ പിന്നെ എവിടെ ഇറക്കാനാ പറഞ്ഞേ? ചങ്ങളം വഴി ആയിരിക്കും. കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു അവിടെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അവിടെ സീറ്റ് നോക്കുക. എന്നാ എന്നെ വിളിച്ചെന്ന് ചോദിക്കാം. അത് ചോണ്ടി വിളിച്ചിട്ട് ഇവിടെ അനങ്ങുന്നു. പിന്നെ സീറ്റ് തപ്പുക. അങ്ങോട്ട് ഞാൻ വെച്ചാൽ അവിടെ ഇരിക്കാൻ പറയാൻ അഴിച്ചു കൊടുക്കാൻ ഒരു സീറ്റ് അങ്ങ് അഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ ആലപ്പുഴയിൽ ഇറങ്ങിയായിരുന്നല്ലോ. സത്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറയട്ടെ. നിങ്ങൾ രണ്ടായിട്ട് വരുന്നത് നല്ലത്. എന്നൊരുമിച്ച് വന്നോ അന്നല്ല അലമ്പാ.
കാണിക്കുന്ന പരിപാടിയല്ലേ പോകത്തര വരെ കാണിക്കുന്നത്. ഒരു വണ്ടിയെ കയറിയിട്ടുണ്ട്, അത് 2 കാനപ്പടി വരുന്ന വണ്ടി, ഒന്ന് അത് ഇച്ചിരി വണ്ടി. അവിടെ ഇറങ്ങിയിട്ട് ഇറച്ചി മേടിക്കാൻ പോയി. അല്ലെങ്കിൽ മുണ്ടക്കൽ തന്നിട്ട് പിന്നെ ഇങ്ങനെ ഇറച്ചിക്കട തമ്മിയാണ് ഏത് കടയാന്ന് വെച്ചിട്ട്. അല്ല മുണ്ടക്കത്തെ കടയൊക്കെ നമുക്കറിയാം. മുണ്ടക്കൽ ഏത് കടയാന്ന് ഇന്ന് വരെ ജയചാത്തിന് വേണ്ട സകല സാധനം വരെ മേടിക്കുന്ന ആരാ ഞാൻ തന്നെയാണല്ലോ. എന്നെ കുറ്റം പറയാൻ എന്നെ അവകാശമുണ്ട്. അവകാശം എന്നല്ല, എന്നെ ഇതുണ്ടോ അവകാശമുണ്ടോ? അധികാരമില്ല, ഒന്നുമില്ല. എനിക്ക് കുറ്റം പറയാൻ അവകാശമുണ്ട്. ന്യായമുണ്ടോ ആ കാര്യത്തില്? ഇപ്പോഴേ വീടൊന്ന് ഉണർന്നത് കേട്ടോ. ഇത്രയും നേരം ചത്ത വീട് വന്നിരിക്കുന്നു ഇവിടെ. ചക്ക ഉണ്ടോ നമുക്ക് കഴിക്കാനോ? വിമല ചേച്ചി അവിടെ പോയിടേണ്ടി വരും. ഇതല്ലുണ്ടല്ലോ, എന്നാ എടുത്ത് നോക്കാം. ഇനി വെട്ടാനൊക്കെ എൻ്റെ അമ്മ ഈ കൊതു എനിക്ക് വയ്യ, പനിയുടെ ആയിരുന്നു. തൊണ്ടയ്ക്ക് വേന വന്നിട്ട് കിടക്കുമായിരുന്നു. തൊണ്ടയ്ക്ക് വേനയ്ക്ക് ചോറ് കൂട്ടി കഴിക്കത്തില്ലേ? ഇനി ചക്ക വെട്ടണം, ഒരുക്കണം. അത് ഞാൻ ഈ കൊതുകിനകത്ത് കിടന്ന മനുഷ്യൻ എന്നാ പിന്നെ ഇച്ചിരി കപ്പ മേടിച്ചിട്ട് വരത്തില്ലായിരുന്നോ? മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്യാമളമ്മയും നാരായണയും കൂടെ പോയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ഉള്ള ചക്കയേച്ചാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 ആവശ്യത്തിന് കഴിക്കാനുണ്ടായിരുന്നു. എന്നാടാ അവിടെ വെച്ചമനെ മോനെ അവിടെ വെക്ക്. ഇത് പട്ടി അഴിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഓടി വരുകയും ചെയ്യും. എന്നിട്ട് നീ കിടന്ന് വെള്ളം വെക്കല്. നീ മാറിയിരിക്കുക അവിടെ നിന്ന്. നീ വരുന്നുണ്ട്. അപ്പോൾ വരും പട്ടി. ഇവിടെ ബാ എന്നാ പിന്നെ ചുമ്മാ ഇതൊക്കെ പഠിച്ചാ പോന്നു. ഞാൻ നിങ്ങൾ കയറി വരുന്നു. ഇവന് എന്നാ പറ്റി? ഒരാ കോഴിയൊക്കെ പഴിപ്പിക്കാൻ വേണ്ടി ഓടുന്നാ. അവിടെ ഇട്ടാ മതി ചേച്ചാ. അതിനെ ആട്ട എടുത്തിട്ടുള്ളൂ. വേണേ അങ്ങോട്ട് കമത്തി ഇട്ടാൽ മതിയല്ലോ. എടുത്തേ അമ്മ. ഇത്രേ ഉള്ളൂ കേസ്. ഈ വെച്ചേക്കുന്നവന്റെ പേര് ചായ എന്നാണോ? ചായ കുടിക്കാം, അങ്ങോട്ട് പോട്ടെ. ചായ ഉണ്ടോ? ഉഴുന്ന് വട ഉണ്ടോ? ചായയുടെ കൂടെ കഴിക്കാന് ഉള്ളി വടയും ചായയും മുട്ട ബജ്ജിയും ചായയും. പണ്ടേ ചക്ക വെട്ടാനൊരു എനിക്ക് അതിനാണ് പറഞ്ഞത് കാക്കമ്മ വളർത്തി വഷളാക്കിയെന്ന്. അങ്ങനെ വേണം പറയാൻ. വളർത്തി വഷളാക്കിയെന്നല്ല, അതന്നെ അങ്ങനെയാണ് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ പറയും. ചക്ക എന്തെങ്കിലും കൊണ്ടുവരുവാണ് അമ്മ കൊടാലി എടുത്തിട്ട് നല്ലയിടം കൂടെ കറക്റ്റ് വെട്ടി അങ്ങനെ വഷളാക്കുന്നത്. പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പെട്ടെന്ന് നിമിഷം എനിക്ക് അങ്ങനെ അമ്മ സ്ഥിരം ചെയ്യുമ്പോഴേക്കും പിന്നെ അമ്മയ്ക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോ വഷളാവും. അല്ല ഈ കോഴീനെ ഞാൻ ഇന്ന് ഓടിക്കണം സിംബ, പഴിച്ച് വേണം. അപ്പൊ കാണാം. ഇതിൽ മഞ്ഞായിരുന്നു, എല്ലാം പോയി. സമയം കിട്ടിയില്ല എടുക്കാൻ.
അവർക്ക് റേറ്റ് ഭയങ്കര പറയാം. എന്ത് പെട്ടെന്ന് മഞ്ഞ് കയറുന്നു. മാർക്കെന്ന് പറയാൻ ഇവിടെ ഇപ്പോൾ എന്നും പോലീസുകാരുണ്ട്. തിരക്ക് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് എന്തിന് ഇത് കാണിക്കാൻ പറയെ പോയിരുന്നുണ്ട്. അതിനകത്ത് അവിടെ കാണിക്കോ? ഒന്നും മേടിച്ചോ? ഇല്ല. ചേച്ചി ഒന്നും കൊണ്ടു തന്നില്ലടി. ആ എന്നാ മിണ്ടാ പോയി. കപ്പയാ? കപ്പയും മീനും. ആണോ? കപ്പയും കോഴി. എടി മോനെ ഇത് അതെ ആ കനക്കുള്ള സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം മൂലയിലോട്ട് കൊണ്ടുപോയി അതൊക്കെ ഉള്ളതൊന്നും അല്ലായിരുന്നു. കനക്കല്ല പിന്നെ വേർപ്പതായിട്ട് ഉണ്ടോ? എവിടെയാ അപ്പൊ ചക്ക? ഇപ്പൊ തിന്നിട്ട് പോയി തന്നെ എടുത്തോട്ടെ കേട്ടോ. ഇത് വയറിന് അറിയുന്നില്ലെന്ന് തോന്നുന്നു.